ജോർജ് പൊടിപ്പാറ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, പൊടിപാറുന്ന പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് കോട്ടയം. കാരണം നമുക്കറിയാം, തോമസ് ചാഴിക്കാടൻ എന്ന നിലവിലുള്ള MP നേരത്തെ UDF-ന്റെ ഭാഗമായി ജയിച്ച ആൾ LDF-ന്റെ ഭാഗമായി വീണ്ടും മത്സരിക്കുന്നു. ആദ്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായ ജില്ല. മറ്റൊന്ന്, ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത് ചെറിയ ആളല്ല. അദ്ദേഹവും കരുത്തനായ സ്ഥാനാർത്ഥിയായി അവതരിക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം ഇത്തവണ കോട്ടയത്ത്? താങ്കൾ പറഞ്ഞ ആദ്യ പാചകം തന്നെയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രയോഗം എന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കോട്ടയത്ത് പൊടിപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള തീപ്പൊരി ചതറുന്ന പോരാട്ടത്തിനായിരിക്കും കോട്ടയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു പ്രവചനാതീതമായ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഞാൻ വിചാരിക്കുന്നത് കോട്ടയത്ത് കുറച്ചുകൂടി സാധ്യത ഇക്കുറി ഫ്രാൻസിസ് ജോർജിനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് സംഘടനാപരമായിട്ട് വളരെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന് അതായത് കോട്ടയത്തിന്റെ ഒരു മനസ്സ്, കോട്ടയത്തിന്റെ ഒരു സാമുദായിക സമവാക്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജിന് ഒരല്പം എഡ്ജ് കൂടുതൽ ഉണ്ടാകും. രാഷ്ട്രീയ പരിസ്ഥിതികളും നിലവിലുള്ള സർക്കാർ വിരുദ്ധ വികാരവും അതുപോലെ തന്നെ കോട്ടയത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള മികവ് മാറ്റിവരച്ചാലും തോമസ് ചാഴിക്കാടനേക്കാൾ അല്പം കൂടി മുൻതൂക്കം ഫ്രാൻസിസ് ജോർജിനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ ഒരു നല്ല മനുഷ്യനാണ്, വിവാദങ്ങൾക്കൊന്നുമില്ലാത്ത, വളരെ എന്താ പറയാ മര്യാദപൂർവ്വം പെരുമാറുന്ന ഒരു മാന്യനായ മനുഷ്യനാണ്. ഹീസ് എ ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഫ്രാൻസിസ് ജോർജും അതേപോലെ തന്നെ വിവാദങ്ങളോട് കഴിയുന്നത്ര അകലം പാലിക്കുന്ന, അനാവശ്യമായിട്ട് പ്രസ്താവനകൾ നടത്താത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല കോട്ടയംകാരുടെ മനസ്സിൽ ഒരല്പം വൈകാരികത അദ്ദേഹത്തിന് കിട്ടാനും സാധ്യതയുണ്ട്. കാരണം സാക്ഷാൽ KM ജോർജിന്റെ മകനാണ്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന, എത്രയോ കാലം അവിഭക്ത കേരള കോൺഗ്രസിന്റെ ചെയർമാനായി പ്രവർത്തിച്ച KM ജോർജിന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഫ്രാൻസിസ് ജോർജിന് അല്പം മുൻതൂക്കം കോട്ടയത്ത് കിട്ടിയാൽ അത്ഭുതപ്പെടാം. നമുക്കറിയാം ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ എത്രയോ നാളായി കോട്ടയത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകനാണ്. ഇവിടെ ഈ പലപ്പോഴും കേരള കോൺഗ്രസുകൾ എന്നും കോൺഗ്രസുകാരുമായി യോജിച്ചു നിൽക്കുന്നു. കേരള കോൺഗ്രസും CPM-ഉം തമ്മിൽ പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. LDF-ന്റെ ഭാഗമായി തുടരുമ്പോഴും ഈ കോൺഗ്രസുകാർക്കൊപ്പമല്ലാതെ കേരള കോൺഗ്രസിന് ആയുസ്സില്ല എന്ന് നേരത്തെ പറയുകയായിരുന്നു സജി മഞ്ഞക്കടമ്പൻ. അത് എത്രത്തോളം ശരിയാണ്? ആ ഒരു ഇഴയെടുപ്പം അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാനുള്ള സാങ്കേതികമായ പല കാര്യങ്ങളും അവിടെ കോട്ടയത്ത് ഉടലെടുക്കുന്നുണ്ടോ ഈ ഒരു സഖ്യം രൂപീകരിച്ചതിന് ശേഷം? ഇതിനകത്തൊരു നമ്മളൊരു യാഥാർത്ഥ്യബോധത്തോടെ പരിഗണിച്ചാൽ, അതായത് കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് ആത്യന്തികമായിട്ട് രൂപം കൊണ്ടത് തന്നെ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ജനിതക ഘടന പരിശോധിച്ചാൽ അതിനകത്ത് അന്തർലീനമായിട്ടുള്ള അല്ലെങ്കിൽ ആ ജനിതക ഘടനയിലുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുണ്ട്. അതായത് വിമോചന സമരം